نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزه نکن زندگی موزه എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട നമ്മുടെ 3ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്കര മക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖാണോ? എല്ലാവരും സുഖമായിരിക്കുന്നുണ്ട്, അടിപൊളിയല്ലേ? ക്രിസ്മസ് പരീക്ഷയൊക്കെ അതിന്റെ ആ ഒരു മുറപ്രകാരം ഇങ്ങനെ അങ്ങനെ എങ്ങനെയാ പോകുന്നത്, ഇങ്ങനെ നടന്ന് പോകുന്നുണ്ട് അല്ലേ? ക്രിസ്മസ് പരീക്ഷയൊക്കെ വളരെ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് പോകുന്നുണ്ട്, അതിന്റെ വഴിക്ക് പോകുന്നുണ്ട്. നമ്മൾ അടിപൊളിയായിട്ട് സെറ്റായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്, ഇല്ലടാ? ഇല്ലേ? പഠിക്കുന്നില്ലേ? അടിപൊളിയായി സെറ്റായി നമ്മൾ പഠിക്കുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ എല്ലാ കാര്യങ്ങളും റെഡിയാണ്, ഇല്ലേ? റെഡി അല്ലേ? നമ്മുടെ ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യ പേപ്പർ റെഡിയാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടന്റ് പാർട്സ് റെഡിയാണ്, എല്ലാം റെഡിയാണ്. ഇനി പോയി നിങ്ങൾ ജസ്റ്റ് കണ്ടാൽ മതി. കാണാനുള്ള സമയം നിങ്ങൾക്ക് ഉണ്ടാവുമോ? അതുണ്ടാവും. നിങ്ങൾക്ക് കാണാനുള്ള സമയം ഉണ്ടാവോ? ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാനുള്ള സമയം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയിൽ ഫുൾ മാർക്ക് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നിങ്ങൾ ആരും പേടിക്കണ്ട. കഴിഞ്ഞ ഓണ പരീക്ഷയിൽ നമ്മൾ എല്ലാവരും ഫുൾ മാർക്ക് നമ്മൾ സ്കോർ ചെയ്തിട്ടുണ്ട്, ഇല്ലേ? എത്ര കുട്ടികൾക്ക് ആ ഫുൾ മാർക്ക് കിട്ടിയത്? എത്ര എങ്ങാനും കുട്ടികൾ അവരൊക്കെ വിളിക്കുന്നുണ്ട്, അവരൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്, ഇവരൊക്കെ മെസ്സേജ് ഒക്കെ അയച്ച് പറയുന്നുണ്ട്. എത്ര കുട്ടികൾ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഭയങ്കര സന്തോഷമുണ്ടടാ മക്കളെ, എന്നിരുന്നാലും ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങൾ പഠിച്ച് ഉഷാറായിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ആവും കേട്ടോ. അടുത്ത പ്രാവശ്യം 4ാം ക്ലാസ്സിൽ എത്തുമ്പോൾ നമുക്ക് LSS പരീക്ഷ ഒക്കെ എഴുതേണ്ടതാ. അതിനിപ്പോഴേക്കെ റെഡി ആയിക്കോളി കേട്ടോ, കാര്യങ്ങളൊക്കെ പഠിച്ച് റെഡി ആയിട്ട്. ഓക്കെ, റെഡി. അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് EVS എന്ന് പറയുന്ന കടുകട്ടിയുള്ള ഒരു വിഷയമാണ്. EVS എന്ത് കടുകട്ടി? അതൊക്കെ വെറുതെ ഓരോ ആൾക്കാർ പറയുന്നത്. കുറേ ആൾക്കാരൊക്കെ മെസ്സേജ്, സാറേ EVS ഭയങ്കര വിഷമാട്ടോ, EVSന് അങ്ങനെ EVS എന്ത് പ്രശ്നം? EVSന് ഒരു പ്രശ്നവും ഇല്ല. EVSന് എന്താ പ്രശ്നം? EVS കടിച്ച് തിന്നുന്നുണ്ടോ? EVS കടിച്ച് തിന്നുന്നില്ല. EVS വളരെ ഈസിയാണോ? നമ്മുടെ പരിസര പഠനം, ചുറ്റുമുള്ള കാര്യങ്ങൾ പഠിക്കുക, അത്രയല്ലേ ഉള്ളൂ. അത് സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും, ഇല്ലേ? ഇതൊക്കെ ചെറുത് നിങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, റെഡി. അപ്പൊ കഴിഞ്ഞ പരീക്ഷയിൽ നമുക്കറിയാം EVSന്റെ ചോദ്യപേപ്പർ, കുറച്ച് ഭാഗങ്ങൾ വരെ EVSന്റെ ചോദ്യപേപ്പർ ചോദിച്ചിട്ടുണ്ട് ഓണപരീക്ഷയ്ക്ക്. അതായത് ഓണപരീക്ഷയ്ക്ക് നമ്മുടെ ആ ഒരു ഭാഗങ്ങൾ മുഴുവനായിട്ട് അങ്ങോട്ട് ചോദിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പാർട്ട് 1ലെ ആ ഒരു കാര്യങ്ങൾ കൂടെ കുറച്ച് നോക്കാം. പാർട്ട് 1ലെ നമ്മുടെ ആ ഒരു ജലം ജീവാമൃതം എന്ന് പറയുന്ന വാട്ടറിന്റെ ഒരു ഭാഗം ഉണ്ടല്ലോ, 3ാമത്തെ യൂണിറ്റ്, അത് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ റെഡിയാണോ? അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് അവിടുന്ന് മുതൽ അങ്ങോട്ട് പോകാം, പറഞ്ഞിട്ട്. കാരണം ആ ഒരു ഭാഗം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷയിൽ ചോദിച്ചിട്ടില്ല, ഓണ പരീക്ഷയിൽ ചോദിച്ചിട്ടില്ല. അപ്പൊ എന്തുകൊണ്ടെന്നാൽ ഈ പ്രാവശ്യം ആ ഒരു ഭാഗത്തുനിന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണ്ടേ? നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാണെങ്കിൽ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട്, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നിങ്ങൾ ഇങ്ങനെ സംഭവമായിട്ട് കേൾക്കൊന്നും വേണ്ട. അപ്പൊ ഞാൻ ഈ സ്ക്രീനിൽ ഇവിടെ കാണിച്ചു തരാം. പിന്നെ ഒരു കാര്യം നമ്മളെപ്പോഴും പറയുന്ന, വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എപ്പോഴും കാര്യങ്ങളോട് പറയുന്നതാണ്. നിങ്ങൾക്കറിയോ ചുണ്ടിൽ ചെറുത്ത് വെച്ചൊരു പുഞ്ചിരി എന്മിനി കോണിൽ, ഇങ്ങനെ പാട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ എൻ്റെ കൂടെ നിങ്ങൾ പാടുക, എന്നിട്ട് നമുക്ക് രണ്ടാം കൂടി പാട്ടൊക്കെ പാടി പരീക്ഷ ഒന്നും എഴുതാണ്ട് അങ്ങനെ പരീക്ഷയൊക്കെ എഴുതി അടിപൊളിയായി സെറ്റാണ് അല്ലേ? അപ്പൊ അതിൻ്റെ ഇടയിൽ ചെറിയ പാട്ടുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ നിങ്ങൾ കേട്ട് ക്ഷമിച്ചാൽ മതി. നിങ്ങളൊക്കെ സമ്മതിക്കാൻ പോകണം അല്ലേ? എൻ്റെ പാട്ട് കേട്ടിട്ട് നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ. ആയിക്കോട്ടെ, റെഡി. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് നമുക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ചങ്ങായിമാരെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, ഇല്ലേ? ആ സബ്സ്ക്രൈബ് ബട്ടൺ പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ബട്ടണാണ്, വേഗം പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് ചെയ്തിട്ടേക്കട്ടോ സബ്സ്ക്രൈബ്. പിന്നെ നിങ്ങളൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം, വീഡിയോ സ്റ്റാറ്റസ് ഒക്കെ വെക്കണം കേട്ടോ. കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക, വീഡിയോ സ്റ്റാറ്റസ് വെക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ വിഷയങ്ങളുടെ ഇമ്പോർട്ടന്റ് പാർട്സ്, ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി അപ്ലോഡഡ് ആണ്, ഇമ്പോർട്ടന്റ് പാർട്സ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് സെറ്റായിട്ട് പോയിട്ട് പരീക്ഷ ചെയ്തിട്ട് പോകാം. അപ്പോൾ സബ്സ്ക്രൈബ്, ലൈക്ക്, പിന്നെ ബെൽ ബട്ടൺ എന്തെങ്കിലുമൊക്കെ അമർത്തി ഇങ്ങനെ കൊണ്ടാകുന്നില്ല. ഞാൻ നിങ്ങളെപ്പോൾ പറയുന്ന ഞങ്ങളോട്, എന്നിട്ട് നിങ്ങളൊന്നും ചെയ്യൂല. കുറേ ആൾക്കാർ ചെയ്യാണ്ട് ഇങ്ങനെ സബ്സ്ക്രൈബ് സാറിന് എന്തിനാ സബ്സ്ക്രൈബ് അങ്ങനെയൊക്കെ വിചാരിക്കുന്നു കുറേ ആൾക്കാരുണ്ട്. ഓക്കെ, റെഡി. നേരെ നമ്മൾ പോവാണ്. എങ്ങോട്ടൊക്കെ നമ്മൾ പോകാൻ പോകുന്നത്? വേറെ കൊച്ചിയിൽ പോയില്ലാണ്ടിരിക്കുക. ഇത് എവിടെ വന്നിട്ടുണ്ട്? സ്ക്രീനിലേക്ക് നോക്കുക, നിങ്ങളിവിടെ വന്നിട്ടുണ്ട്. ജലം ജീവാമൃതം എന്ന് പറയുന്ന ഈ ഒരു പാഠം അല്ലെ, വാട്ടർ ദ എലിക്സർ ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഈ ഒരു പാഠഭാഗം മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുകയാണ് അല്ലേ? ഓക്കെ, അവിടെ ഒന്നാമതായിട്ട് നിങ്ങൾക്ക് കാണാം, മഴ വന്നപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, തണുപ്പ് അനുഭവപ്പെടുന്നു, കിണർ, തോട്, പുഴ മുതലായ ജലാശയങ്ങൾ നിറയുന്നു അല്ലെ? ജലസ്രോതസ്സുകൾ 3ാം ക്ലാസ്സിന്റെ അറബി പാഠപുസ്തകത്തിലുണ്ട്. ജലസ്രോതസ്സുകൾ അറബി, ഞാൻ അറബി പഠിപ്പിക്കുന്ന ആളാണ്, അപ്പൊ എനിക്ക് അറിയാനെ പറ്റിയിട്ട്. ജലസ്രോതസ്സുകൾ, മക്കളെ ജലസ്രോതസ്സുകളെ പറ്റിയിട്ട് നമ്മൾ പഠിക്കണം. ജലസ്രോതസ്സുകൾ ഏതൊക്കെയാണ്? ജലസ്രോതസ്സുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. ജലസ്രോതസ്സുകൾ ഏതൊക്കെയാണുള്ളത്? എവിടെയാണുള്ളത് അല്ലെ? കിണർ, പുഴ, എവിടെ പോയി ഇതാ കിണർ, കുളം, പുഴ അല്ലെ? പുഴയല്ല,
പുഴ, കിണറ്, കുളം, തോട്, പുഴ, കായല്, തടാകം, ഇതൊക്കെ എന്താണ്? ജലസ്രോതസ്സുകളാണ്. ജലസ്രോതസ്സുകൾ എന്താന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അവിടുന്ന് എഴുതാൻ പറ്റണം. വെല്ല്, പോണ്ട്, അല്ലെ, കനാല്, റിവർ, ലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം. ജലസ്രോതസ്സുകൾ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റണം. എനിക്കും വേണം വെള്ളം, അല്ലെ. അതൊക്കെ കഴിഞ്ഞ് താഴെ എന്തിനൊക്കെയാണ് നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നത്, അല്ലെ? കുക്കിംഗ്, വാഷിംഗ് വെസൽസ്, വാഷിംഗ് ക്ലോത്ത്സ്, വാഷിംഗ് വെഹിക്കിൾസ്, വാഷിംഗ് പ്ലാന്റ്സ്, അല്ലെ? എന്തിനൊക്കെ വെള്ളം എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? അത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ജലസ്രോതസ്സുകൾ നമുക്ക് എന്തോ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അറിയുന്നതാ. കുളം, കായല്, തടാകം, പുഴ, അത് പറയുന്ന സംഭവങ്ങളൊക്കെ എന്താണ്? ജലസ്രോതസ്സുകളാണ്. 4-5 അങ്ങോട്ട് പഠിച്ചു വെച്ചോളി കേട്ടോ. പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആലോചിച്ചാൽ തന്നെ മനസ്സിലാവില്ല. കുളം, കിണർ എന്തൊക്കെ ഇവിടെ പറയുന്നത്, അല്ലെ? ഇവിടെ ഉള്ള തന്നെ അങ്ങോട്ട് പഠിക്കാം. കിണറ്, കുളം, തോട്, പുഴ, കായല്, തടാകം, അല്ലെ? ഇതൊക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? അതൊക്കെ കാണുന്നതല്ലേ, നമ്മുടെ മൈൻഡിലുള്ള സാധനമല്ലേ. പിന്നെ വെള്ളം എന്തിനൊക്കെയാ ഉപയോഗിക്കുക? വെള്ളം ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ്? വെള്ളം എന്തിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? വാട്ടർ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ആ വണ്ടി കഴുകാൻ ഉപയോഗിക്കും, അല്ലെ? പച്ചക്കറികൾ കഴുകാൻ ഉപയോഗിക്കും, കുടിക്കാൻ ഉപയോഗിക്കും, കുളിക്കാൻ ഉപയോഗിക്കും, ചെടികൾ നനയ്ക്കാൻ ഉപയോഗിക്കും, പാത്രം കഴുകാൻ ഉപയോഗിക്കും. ഇതിനൊക്കെയാ വെള്ളം ഉപയോഗിക്കുന്നത്. ജലമില്ലെങ്കിൽ എന്താ സംഭവിക്കുക? അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജലമില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് നമ്മൾ ജസ്റ്റ് നോക്കിയേക്കാം. ജലമില്ലെങ്കിൽ നമ്മളെ മനുഷ്യർ ഇവിടെ ഉണ്ടാവുമോ? മനുഷ്യർ മാത്രമല്ല, ജീവജാലങ്ങൾ ഇവിടെ ഉണ്ടാവുമോ? ഇല്ല. സസ്യങ്ങൾ ഉണ്ടാവില്ല, മനുഷ്യരുണ്ടാവില്ല, ജന്തുക്കൾ ഉണ്ടാവില്ല, ഒരു സാധനം ഇവിടെ ഉണ്ടാവില്ല വെള്ളം ഇല്ലെങ്കിൽ, ഇല്ലേ? അതൊക്കെ നമുക്ക് അറിയുന്നല്ലടോ, ഇല്ലേ? ഇതൊക്കെ എന്തോ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഒന്ന് നോക്കി വെച്ചാൽ എത്രയേ ഉള്ളൂ. ജലം അമൂല്യം, അല്ലെ? ഇവിടെ നോക്കൂ. ജലം പാഴായി പോകുന്ന മറ്റു സന്ദർഭങ്ങൾ ഏതൊക്കെ? ജലം പാഴായി പോകുന്ന മറ്റു സന്ദർഭങ്ങൾ ഏതൊക്കെ എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യണം? നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം, അല്ലെ? ടാങ്ക് നിറഞ്ഞൊഴുകുമ്പോ പൈപ്പ് പൊട്ടി വെള്ളം പാഴായി പോകുന്നത്, കുളിമുറിയിലെ ഷവർ അനാവശ്യമായി തുറന്നിടുന്നത്, അതേപോലെ തന്നെ വാഷ് ബേസിൻ അനാവശ്യമായി തുറന്നിടുന്നത്, അല്ലെ? ഇതൊക്കെ എന്താണ്? വെള്ളം അങ്ങോട്ട് പാഴായി പോവാണ്, ഒഴിവായി പോവാണ് വെള്ളം, അല്ലെ? വെള്ളം അങ്ങനെ ഒഴിവായി പോവാ. വെള്ളം അങ്ങനെ വെറുതെ വേസ്റ്റ് ആക്കാൻ പറ്റുമോ? വെള്ളം കിട്ടാണ്ട് എത്ര ആൾക്കാരുണ്ട്, എത്രയെങ്ങാനും ആൾക്കാരുണ്ട് വെള്ളം കിട്ടാണ്ട് നിൽക്കുന്നവർ. നിങ്ങൾക്ക് അറിയോ? അറിയോ? അപ്പൊ നമ്മൾ 39 പറഞ്ഞു. ഇനി 40-ാമത്തെ പേജ്. 40-ാമത്തെ പേജില് ജലസംരക്ഷണം എന്ന ആശയം പ്രചരിപ്പിക്കാൻ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താം, അല്ലെ? എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ സ്പ്രെഡ് ദ മെസ്സേജ് ഓഫ് വാട്ടർ കൺസർവേഷൻ, അല്ലെ? അപ്പൊ അതൊരു സംഭവം എന്താണ് വെള്ളം സംരക്ഷിക്കാനായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? രാവിലെ തന്നെ അവിടെ പോയി കുത്തിരുന്നിട്ട് വെള്ളം സംരക്ഷിക്കുക അങ്ങനെയൊക്കെ ചെയ്യാം, അല്ലെ? എന്തൊക്കെ ചെയ്യാൻ പറ്റും? പ്ലക്കാർഡുകൾ ചെയ്യാൻ പറ്റും, പോസ്റ്ററുകൾ ചെയ്യാൻ പറ്റും, കാർട്ടൂണുകൾ ചെയ്യാൻ പറ്റും, ബുള്ളറ്റിൻ ബോർഡ് ചെയ്യാൻ പറ്റും, ബോധവൽക്കരണങ്ങൾ ചെയ്യാൻ പറ്റും, അല്ലെ? അവയർനെസ് ക്ലാസ്സുകൾ വെക്കാൻ പറ്റും. ബുള്ളറ്റിൻ ബോർഡ്, കാർട്ടൂൺ, പ്ലക്കാർഡ്, ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? വെള്ളം സംരക്ഷിക്കുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് നമുക്ക് വെക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റൂലേ? പറ്റും. ആ കാര്യങ്ങളൊന്നും നോക്ക്. ഇന്ന് നമ്മൾ കൂടുതലൊന്നും പറഞ്ഞു. ജലസ്രോതസ്സുകൾ, വെള്ളം പാഴായി പോകുന്നത്, വെള്ളം നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, വെള്ളം ഇല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കും, പിന്നെ വെള്ളം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെടാ മക്കളെ, ഇവിടെ ഞാനിവിടെ വരട്ട് വെച്ച ഇവിടെ ഒരു ചെറിയൊരു എന്തോന്ന് ഇവിടെ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ചെറിയൊരു പരീക്ഷണം ജസ്റ്റ് ഒന്ന് നോക്കുക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. പിന്നെ ഇവിടെ നിറം നൽകാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കിണറിനരികെ, അല്ലെ? ഇതിൽ ഏതു കിണറ്റിലെ വെള്ളമാണ് നിങ്ങൾ കുടിക്കാൻ എടുക്കുക, എന്തുകൊണ്ട്? അപ്പൊ ഒന്നാമത്തെ ചിത്രത്തിൽ നമുക്ക് അവിടെ അറിയാം. ഒന്നാമത്തെ ചിത്രത്തിൽ അവിടെ വൃത്തിയില്ലാത്തൊരു സാഹചര്യമാണ്. ഒന്നാമത്തെ ചിത്രത്തിലെ കാക്കയുണ്ട്, പൂച്ചയുണ്ട്, എലിയുണ്ട്, ഒരാൾ സൈഡിൽ നിന്ന് തിരുമ്പുന്നുണ്ട്, അല്ലെ? അലക്കുന്നുണ്ട്, വാഷ് ചെയ്യുന്നുണ്ട്. തൊട്ടപ്പുറത്തെ ചിത്രത്തിലോ നല്ല അടിപൊളിയായിട്ടുള്ള വൃത്തിയിലുള്ള കിണർ, അല്ലെ? നല്ല വലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, നല്ല വൃത്തിയിലുള്ള കിണർ. അപ്പോൾ വൃത്തിയുള്ള സാഹചര്യം, വൃത്തിയില്ലാത്ത സാഹചര്യം, 2 സാഹചര്യങ്ങൾ അവിടെ കാണുന്നത്. അപ്പൊ നമ്മൾ പൊതുവെ വൃത്തിയുള്ള സാഹചര്യത്തിലുള്ള കിണറിലെ വെള്ളം കുടിക്കാനാണ് താല്പര്യപ്പെടുന്നത്, അല്ലെ? അങ്ങനെയുള്ള വെള്ളം നല്ല വെള്ളതാ. ഇവിടെ പറഞ്ഞെന്താ? പേജ് നമ്പർ 43. കിണർ വല കൊണ്ട് മൂടിയിട്ടുണ്ടോ? കിണറിന് ആൾമറയുണ്ടോ? കിണറിന് സമീപം മലിനജലം കെട്ടിക്കിടക്കുന്നുണ്ടോ? കിണറിനടുത്ത് കുളിക്കാറുണ്ടോ? തുണി അലക്കുന്നതിന് കിണറിന്റെ സമീപത്താണോ? കിണറിൽ നിന്ന് നിശ്ചിത അകലം പാലിച്ചാണോ കക്കൂസ് ടാങ്ക് നിർമ്മിച്ചിട്ടുള്ളത്? അതൊക്കെ എന്താണ്? ഈ ഒരു സംഭവം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? വൃത്തിയുണ്ടോ വൃത്തിയില്ലേ എന്നുള്ളത് നമുക്ക് മനസ്സിലാവൂലേ? നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഞാൻ എന്താ ഒന്നും പറഞ്ഞിട്ടില്ല. ജലസ്രോതസ്സുകൾ, വെള്ളം പിന്നെ പാഴായി പോകുന്ന അവസരങ്ങൾ ഏതൊക്കെയാണ്, വെള്ളം ഇല്ലാണ്ടായാൽ എന്താണ് സംഭവിക്കുക, അതേപോലെ തന്നെ വെള്ളം സംരക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാം. അവിടെ 2 സാഹചര്യങ്ങൾ പറഞ്ഞു. അതിൽ നിന്ന് ഏതെന്നാണ് നിങ്ങൾ വെള്ളം കുടിക്കുക? വൃത്തിയുള്ള കിണർന്ന് എന്തുകൊണ്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റണം. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റിയാൽ മതി, അല്ലേ ഞാൻ പറയുന്നത്.
പിന്നെ ഇവിടെ മുച്ചട്ടി അരിപ്പൻ്റെ ചെറിയൊരു സംഭവമാണ്. മുച്ചട്ടി അരിപ്പ ജസ്റ്റ് ഒന്ന് നോക്കാം. മുച്ചട്ടി അരിപ്പ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കൊല്ലം പരീക്ഷയിൽ ഇത് വന്നിട്ടുണ്ട് തോന്നുന്നുണ്ട്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുത്ത് നോക്കാം, നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. കഴിഞ്ഞ പരീക്ഷൻ്റെ ഇത് വന്നിട്ടുണ്ട് തോന്നുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കുക. പിന്നെ വെള്ളം മലിനമാകുന്ന സാഹചര്യങ്ങളൊക്കെ ജസ്റ്റ് എന്തൊക്കെയാണ് വെള്ളം മലിനമാകുന്ന സാഹചര്യങ്ങൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ നേരെ പോവാണ്. വൃത്തി നമ്മുടെ ശക്തി. ഹൈജീൻ ഈസ് അവർ സ്ട്രെങ്ത് അല്ലെ. ഹൈജീൻ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇല്ലേ, വൃത്തി ഇല്ലെങ്കിൽ കാര്യം പോക്കാണ്. വൃത്തി എന്ന് പറയുന്ന സാധനം നിർബന്ധമാണ് അല്ലെ. വൃത്തി അല്ലെ. നേരെ നമ്മൾ പോവാണ്. ഈ ഒരു പേജിൽ 49ാമത്തെ പേജിൽ നിങ്ങൾ നോക്കൂ. 49ാമത്തെ പേജിൽ ഇവിടെ നിങ്ങൾക്ക് നല്ല ആരോഗ്യത്തോടെ വളരണമെങ്കിൽ നമ്മുടെ പരിസരം വൃത്തിയുള്ളതായിരിക്കണം. ആ റോസിൽ എഴുതിയത് അല്ലേ. അപ്പൊ അവിടെ കുറച്ച് 3 ആൾക്കാരെ പറ്റി ഇവിടെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. 3 ആളുകൾ. ഒന്ന് കൊതുകുണ്ട്, ഈച്ചയുണ്ട്, എലിയുണ്ട്. കൊതുക് പരത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാന്ന് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്. മലേറിയ, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ ഇതൊക്കെ കൊതുക് പരത്തുന്ന രോഗങ്ങളാണ്. അതേപോലെ തന്നെ ഈച്ച പരത്തുന്ന രോഗം എന്ന് പറയുന്നത് ഏതൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുണ്ട്. വയറിളക്കം, കോളറ പോലുള്ളത് ഈച്ച പരത്തുന്ന രോഗമാണ്. എലി പരത്തുന്ന രോഗം എന്ന് പറയുന്നത് ഏതൊക്കെയാ? എലി ഉണ്ടല്ലോ ചുണ്ടലി, അങ്ങനെയാ സൗണ്ട് ഉണ്ടാക്കുക, എന്തോ ആട്ടെ സൗണ്ടൊക്കെ പോട്ടെ. എലി പരത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? എലി പരത്തുന്ന രോഗങ്ങൾ നമുക്കറിയാം. എലിപ്പനി ഉണ്ട്, പ്ലാഗ് ഉണ്ട്. ഇതൊക്കെ എലി പരത്തുന്ന രോഗങ്ങളാണ്. അപ്പൊ ഈ ഒരു സംഭവങ്ങൾ എൻ്റെ മക്കൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഈ 49ഉം 50ാമത്തെ പേജും ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഓക്കെ, ഇവിടെ പറയുന്നുണ്ടല്ലേ, ചപ്പ് ചവറുകൾ കൂടിക്കിടക്കാൻ അനുവദിക്കരുത്, വെള്ളം കെട്ടി കിടക്കുന്ന ഒഴിവാക്കുക, വ്യക്തി ശുചിത്വം പാലിക്കുക അല്ലെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ പോയിന്റ് ആയിട്ട് പറഞ്ഞ് അത് ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോവാണ്. നേരെ പോകുമ്പോൾ ഇവിടെ ഡ്രൈഡ് അല്ലെ, വെള്ളത്തിലൂടെയും രോഗം. വെള്ളത്തിൽ കൂടെ എന്താണ്? കുടിക്കാൻ ശുദ്ധമായ ജലമോ തിളപ്പിച്ചാറിയ ജലമോ ഉപയോഗിക്കുക. മലിനജലം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. തുറന്നു വെച്ചതോ പഴകിയതോ ആയ പാനീയങ്ങൾ കുടിക്കരുത്. കുടിവെള്ള സ്രോതസ്സുകൾ ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തുക. ഈ ഒരു സംഭവമൊക്കെ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് നോക്കുക. ഇവിടെ പോസ്റ്ററുകളൊക്കെ പറയുന്നുണ്ട്. പോസ്റ്ററുകളൊക്കെ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? എഴുതാൻ വേണ്ടി പറ്റണം. പോസ്റ്ററുകളൊക്കെ വന്നാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ 52ാമത്തെ പേജ് നോക്കി, 53ാമത്തെ പേജ് നോക്കി, 53 നോക്കി, 54 നോക്കി. അവിടെ പോസ്റ്റർ ഓൾറെഡി പറയുന്നുണ്ട് അല്ലെ. പോസ്റ്റർ പറയുന്നുണ്ട്. പോസ്റ്റർ നിർമ്മിക്കാം. ഇവിടെ പോസ്റ്ററുകളൊക്കെ നമുക്ക് വന്നാൽ എന്ത് ചെയ്യാൻ പറ്റണം? നിർമ്മിക്കാൻ വേണ്ടി കഴിയണം. ഓക്കെ, യെസ്. അപ്പൊ അത് മതി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോവാണേ. നേരെ എങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്? ബോറടിക്കുന്നുണ്ട്. എന്റെ പാട്ട് വരും. മനോഹരമായിട്ടുള്ള പാട്ടാണ് ഞാൻ പാടുള്ളത്. ചക്കര ചുണ്ടിൽ ചേർത്ത് വെച്ചൊരു പുഞ്ചിരി കോണിൽ എനിക്ക് അറിഞ്ഞൂടാ. രുചിയോടെ കരുത്തോടെ എന്ന് പറയുന്ന 5ാമത്തെ യൂണിറ്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. വളരെ വൃത്തിയുള്ളൊരു യൂണിറ്റ് ആണ്. രുചിയോടെ കരുത്തോടെ. എന്തെങ്കിലുമൊക്കെ ഭക്ഷണത്തിനെ പറ്റിയിട്ടായിരിക്കും, അങ്ങനെ ആയിരിക്കും. നോക്കാം നമുക്ക് എന്താണെന്നുള്ളത് അല്ലെ. രുചിയോടെ കരുത്തോടെ എന്ന് പറയുന്ന ഈ ഒരു പാഠത്തിലേക്ക് നമ്മൾ പോവാണ്. ഈ ഒരു പാഠം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാഠമാണ്. ഈ ഒരു പാഠം തുടങ്ങുമ്പോൾ തന്നെ നമുക്കിവിടെ ഇവിടെ ധാന്യങ്ങൾ, ചോളം, റാഗി, ചാമ, തിന അല്ലെ, ഇതൊക്കെ എന്താണ്? ഇവിടെ മില്ലറ്റുകൾ അല്ലെ. ഏതൊക്കെയാണ്? ഗ്രെയിൻസ് അല്ലെ. ഗ്രെയിൻസ് ഏതൊക്കെയാണുള്ളത് അല്ലെ. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാം അല്ലെ. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ നമ്മൾ താഴോട്ടേക്ക് പോവാണ്. താഴോട്ടേക്ക് പോകുമ്പോൾ അടുത്ത പേജിൽ ഇവിടെ 62ാമത്തെ പേജിൽ അവിടെ നിങ്ങൾക്ക് കാണാം. അവിടെ കുറച്ച് ആളുകളെ പറ്റിയൊക്കെ അവിടെ പറയുന്നുണ്ട്. ഒരു ടേബിൾ അവിടെ ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേബിൾ ആണ്. പഴങ്ങള് അല്ലെ, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അതേപോലെ തന്നെ പയറുവർഗ്ഗങ്ങള്, കിഴങ്ങ് വർഗ്ഗങ്ങള്, ഇലക്കറികൾ, ഇതൊക്കെ പഠിക്കേണ്ട നിർബന്ധമുള്ള കാര്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് നിങ്ങൾ പഠിച്ചോളി. പരീക്ഷയ്ക്ക് വന്നാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം, അതിന് മുമ്പത്തെ പ്രാവശ്യമൊക്കെ ചോദ്യ പേപ്പറിൽ ഇത് വന്നിട്ടുണ്ട്. ഈ ഒരു ടേബിൾ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ടേബിൾ എന്തായാലും നിങ്ങൾ പഠിക്കണം. അതേപോലെ അതിന്റെ മുകളിലുള്ള പഴങ്ങളുടെ രാജാവാണ് ആര്. അതേപോലെ തന്നെ പച്ചക്കറികളുടെ സുന്ദരി ആരാണ്? മലയാളികളുടെ മുഖ്യ ആഹാരം ഞാനാണ് കൂട്ടുകാരെ ആര്? നെല്ല് അല്ലെ. നമുക്ക് അറിയുന്നതാണ്. അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ചിലപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം അല്ലെ. അങ്ങനെ ആ ഒരു പേജ് നമ്പർ നമ്മളിവിടെ പറഞ്ഞു. 62ാമത്തെ പേജ് നമ്പർ നമ്മൾ പറഞ്ഞു. 61ൽ ധാന്യങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞു. 62 നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് 63ാമത്തെ പേജാണ്. 63ാമത്തെ ആ ഒരു പേജിൽ അവിടെ ജന്തുക്കളിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ലഭിക്കും അല്ലെ. മുട്ട ലഭിക്കും, പാല് ലഭിക്കും, അതേപോലെ തന്നെ മീന്, അതേപോലെ തന്നെ ഇവിടെ മീറ്റ്, ഇറച്ചി അല്ലെ. ഇറച്ചി, എഗ്ഗ്, മിൽക്ക്, മീറ്റ്, അതേപോലെ തന്നെ ഫിഷ്. ഇതൊക്കെ എന്താണ്? ജന്തുക്കളിൽ നിന്ന് ഉറപ്പ് അല്ലെ ലഭിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അങ്ങോട്ട് പോകാൻ 63 കഴിഞ്ഞു. കുറേ ഉള്ളത് കൊണ്ടാണ് കേട്ടോ സ്പീഡിൽ അടിച്ചു വിട്ട് പോകുന്നത്. അല്ലാണ്ട് ഗ്യാപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്റെ ലെങ്ത് ഇപ്പം തന്നെ 14-15 മിനിറ്റ്. ഇനി നിങ്ങൾ കണ്ടെല്ലാം കൂടി ബോറടിക്കും നിങ്ങൾക്ക്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞു പോവാണ്. നിങ്ങൾ ക്ഷമയോടെ കേൾക്കുക. ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. എത്രാമത്തെ പേജിൽ എന്നറിയാം നിങ്ങൾക്ക്?
65-ാമത്തെ പേജിൽ ഇവിടെ ഒരു ടാബിൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതായത് അൺകുക്ക്ഡ് ആയിട്ട് കഴിക്കുന്നതും കുക്ക്ഡ് ആയിട്ട് കഴിക്കുന്നതും കുക്ക് ചെയ്തും അൺകുക്ക് ചെയ്തും കഴിക്കാൻ പറ്റുന്നത്, അതായത് പാചകം ചെയ്ത് കഴിക്കാൻ പറ്റുന്നത്, പാചകം ചെയ്യാണ്ട് കഴിക്കാൻ പറ്റുന്നത്, പാചകം ചെയ്തും പാചകം ചെയ്യാണ്ടും കഴിക്കാൻ പറ്റുന്ന ചില ഭക്ഷണങ്ങളുടെ പേരുകൾ അവിടെ, ചില സാധനങ്ങളുടെ പേരുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടാബിൾ നോക്കി വെക്കുക. ഈ ഒരു ടാബിൾ വന്നാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം. എന്തെങ്കിലും ഒരു ടാബിൾ എന്തായാലും ചോദിക്കും. അപ്പോൾ ഈ ഒരു ടാബിൾ വന്നാൽ ഇതിൽ പറയുന്ന 2 ടാബിൾ, ഒന്നാമത്തെ ടാബിൾ നമ്മൾ പറഞ്ഞു, രണ്ടാമത്തെ ടേബിൾ ഇപ്പോഴും പറഞ്ഞു അല്ലേ. ഈ ഒരു സംഭവം വന്നാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം. അപ്പോൾ ഈ ഒരു ടേബിൾ നമ്മൾ പഠിച്ചാലല്ലേ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും, അല്ലാണ്ട് വെറുതെ എഴുതാൻ പറ്റും ഇല്ല. റെഡി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോവാണ് പച്ചക്കറി സാലഡ് അത് ഇത് ഇതൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഇവിടെ പഞ്ചേന്ദ്രിയങ്ങൾ അല്ലേ. പഞ്ചേന്ദ്രിയങ്ങളെ പറ്റി പറയുന്നുണ്ട്. പഞ്ചേന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ്, അതേപോലെ തന്നെ അവിടെ ഒരു ടാബിളും ഉണ്ട്. ജസ്റ്റ് ആ കാര്യം കൂടെ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെക്കുക. പഞ്ചേന്ദ്രിയങ്ങളുടെ ആ ഒരു കാര്യവും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, റെഡി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോട്ടെ 72. വീട്ടിലും വിദ്യാലയത്തിലും പച്ചക്കറിക്ക് തോട്ടം ഉണ്ടാക്കാം. പച്ചക്കറി തോട്ടം എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? സ്ഥലം കണ്ടെത്തുക, വിത്ത് സംഘടിപ്പിക്കുക, ആവശ്യമുള്ള ഉപകരണങ്ങൾ സംഘടിപ്പിക്കുക, ജലസൗകര്യം ഒരുക്കുക, ഓരോരുത്തർക്കും ചുമതലകൾ നൽകുക. ഇതൊക്കെ പച്ചക്കറി തോട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലേ. പച്ചക്കറി തോട്ടം നിങ്ങളൊക്കെ ഉണ്ടാക്കലുണ്ടോ? പച്ചക്കറി തോട്ടം ഉണ്ടാക്കലുണ്ടോ? പോട്ടെ, ഉണ്ടാക്കലുണ്ടായിക്കൂലേ. ഓക്കെ, റെഡി. നേരെ നമ്മൾ പോവാണ്. അടുത്തത് നന്മ വിളയിക്കും കൈകൾ എന്ന് പറയുന്ന ആ ഒരു പാഠത്തിലേക്ക് നമ്മൾ പോവാണ്. പാഠം 6 നന്മ വിളയിക്കും കൈകളാണ്. ഈ ഒരു പാഠത്ത് നിന്ന് എന്തായാലും ചോദ്യം വരും. കഴിഞ്ഞ പരീക്ഷയിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു പാഠത്ത് നിന്ന് പരുത്തി നിർമ്മാണം, അതായത് ഡ്രസ്സ് ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു ടേബിൾ ഈ ഒരു പാഠത്ത് നിന്ന് ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ചാൽ എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, റെഡി. നമ്മൾ നേരെ പോവാണ്. നന്മ വിളയിക്കും കൈകൾ, അതൊക്കെ പറയാനാവില്ല. ഹാൻഡ്സ് ദാറ്റ് റീപ്രൊഡ്യൂസ്. ഓക്കെ, നമ്മൾ പോവാം. അത്രയല്ല, 77-ാമത്തെ പേജ് അല്ലേ. 77-ാമത്തെ പേജ്. ഇവിടെ കുറച്ച് ജോലികളും അത് ചെയ്യുന്നത് ആരാണ്? വസ്ത്രങ്ങൾ തയ്ക്കുന്നത് ടൈലറാണ് അല്ലേ. അതേപോലെ തന്നെ ഡ്രൈവിംഗ് വെഹിക്കിൾ, അതായത് ഡ്രൈവറാണ്. പിന്നെ അതേപോലെ തന്നെ ട്രീറ്റിംഗ് പേഷ്യൻസ് അല്ലേ. ഇതൊക്കെ ഒരു ജോലിയും അത് ചെയ്യുന്നത് ആരാണ് അല്ലേ. അത് ജസ്റ്റ് ഒന്ന് നോക്കിയേക്ക്. ടേബിൾ എന്തായാലും ടേബിൾ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ. പിന്നെ നെൽകൃഷി എങ്ങനെയാണ്? നെൽകൃഷിയുടെ എങ്ങനെയൊക്കെയാണ്? നെൽകൃഷി നിലമൊരുക്കണം അല്ലേ. പ്രിപ്പയറിങ് ദ ഫീൽഡ് ആണ്, സോയിങ് ദ സീഡ്സ് ആണ്. ഈ ഒരു ഭാഗമല്ലേ, ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. നെൽകൃഷിയുടെ ആ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് ജോലികൾ, ഏതൊക്കെ ജോലികൾ ഇവിടെ കാണിക്കുന്നുണ്ട് ആ ഒരു സംഭവം എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കുക. ഏതൊക്കെയാണ് ഈ ഒരു ജോലികൾ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. ഓക്കെ, റെഡി. 80-ാമത്തെ പേജ് അല്ലത്, ഇത് 80-ാമത്തെ പേജാണ്. 80-ാമത്തെ പേജ്. പിന്നെ 81-ാമത്തെ പേജ്. 81-ാമത്തെ പേജിൽ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഡ്രസ്സിന്റെ ഒരു സംഭവം. ഈ ഒരു സംഭവം കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഈ ഒരു സാധനം, സെയിം സാധനം, ഇതേ സാധനം ചോദിച്ചിട്ടുണ്ട്. ഇതേ സാധനം, ഈ ഒരു സംഭവം എങ്ങനെയാണ് എന്നുള്ളത് കേട്ടോ. ആ ഒരു സംഭവം നോക്കി വെക്കുക. പിന്നെ ഒരു പഴയ കൂട്ടുകാരനെ പരിചയപ്പെടാം. അവിടെ കുറച്ച് ഉപകരണങ്ങളെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. ഉപകരണങ്ങളെ പറ്റി പഠിക്കുന്നുണ്ട്, അതൊന്ന് നോക്കുക. പിന്നെ അതേപോലെ തന്നെ ഇവിടെ തൊഴില്, ഉപകരണത്തിന്റെ പേര്, ഉപയോഗം എന്താന്നുള്ളത് ഇവിടെ പഠിക്കുന്നുണ്ട്. ആ ഒരു കാര്യം എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക കേട്ടോ. ഓക്കെ, കഴിഞ്ഞ വർഷം ചോദിച്ച വസ്ത്രനിർമ്മാണത്തെ പറ്റി ചോദിച്ചിട്ടുണ്ടോ കഴിഞ്ഞ പ്രാവശ്യം? ഇപ്രാവശ്യം വസ്ത്രനിർമ്മാണത്തെ പറ്റി ചോദിക്കൂല എന്ന് വിചാരിക്കുക. ഇപ്രാവശ്യം ചിലപ്പോൾ നെല്ലിനെ പറ്റി ചോദിച്ചാലോ? നെല്ല് നമ്മൾ പറഞ്ഞില്ലേ, നെല്ലിനെ പറ്റി ചോദിച്ചാലോ? രണ്ടും നിങ്ങൾ പഠിച്ചോളി. ചിലപ്പോൾ ചോദിച്ചാലോ വസ്ത്രനിർമ്മാണത്തിനെ പറ്റിയിട്ട് കേട്ടോ. ഓക്കെ, റെഡി. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഉപകരണങ്ങളുടെ പേരുകൾ പഠിക്കുന്നുണ്ട് അല്ലേ. കൃഷി ഉപകരണങ്ങളുടെ പേരുകൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ആ ഒരു ഭാഗം കൂടി ജസ്റ്റ് ഒന്ന് നോക്കുക. കൃഷി ഉപകരണങ്ങളുടെ പേര് ഇവിടെ പഠിക്കുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് കൃഷി ഉപകരണങ്ങൾ എന്നുള്ളത് അതൊന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക. തൊഴിലുപകരണങ്ങൾ, കൃഷിയല്ല, തൊഴിലുപകരണങ്ങൾ കേട്ടോ. ആ ഒരു ഉപകരണങ്ങളുടെ പേര് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് ജസ്റ്റ് ഒന്ന് നോക്കുക. അത്രയേ ഉള്ളൂ. വേറെ ഈ ഒരു പാഠത്ത് നിന്ന് പ്രധാനമായിട്ടെന്ന് പറയാനൊന്നും ഇല്ലടാ മക്കളെ, ഇല്ല. ഈ ഒരു ഇത് അങ്ങോട്ട് കഴിയാണ്. എന്ത്, ഈ ഒരു സംഭവം അങ്ങോട്ട് കഴിഞ്ഞ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഭാഗം 1, ഭാഗം 2. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ എങ്ങോട്ട് പോകാം? നേരെ നമുക്ക് ഭാഗം 2ലേക്ക് കടക്കാം. ഭാഗം 2ലേക്ക്. എവിടെ പോയി ഭാഗം 2? പാർട്ട് 2ലേക്ക് കടക്കാം കേട്ടോ. പാർട്ട് 2ലേക്ക് പോട്ടെ. റെഡിയല്ലേ നിങ്ങൾ? പാർട്ട് 2ലേക്ക് പോകുമ്പോൾ കാണുന്നില്ലല്ലോടോ പാർട്ട് 2. എവിടെ പോയി? പാർട്ട് 2 ഇംഗ്ലീഷ്, EVS, മലയാളം പാർട്ട് 2. ഓക്കെ, റെഡി. പാർട്ട് 2ലേക്ക് ബോറടിക്കുന്നുണ്ടോ? ബോറടിച്ചിട്ടുണ്ടെങ്കിൽ സംഭവം
ബോറടിച്ചിന്റെ പ്രശ്നം നിങ്ങൾ കേട്ടോളി. ഇവിടെ ഈ ഒരു പാഠം നോക്കൂ, ഈ ഒരു പാഠം എൻ്റെ പൊന്നെ പൂമ്പാറ്റകളുടെ പാഠം കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതാണ്. പൂമ്പാറ്റകളുടെ പാഠം കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതാണ്. എന്തൊക്കെയാ വന്ന് പൂമ്പാറ്റത്തിന്റെ പാഠത്തുനിന്ന് എന്തൊക്കെയാ നമുക്ക് നോക്കാം. വർണ്ണച്ചിറകുകൾ വീശി 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 പൂമ്പാറ്റന്റെ പാഠാണ്. പൂമ്പാറ്റനെ പറ്റി നമ്മൾ പഠിക്കണം. പേജ് നമ്പർ 96 അല്ലേ, 96 പൂമ്പാറ്റന്റെ ഒരു സൈക്കിൾ പറയുന്നുണ്ട് അല്ലേ. ഇവിടെ നോക്കൂ, ഒരു സൈക്കിൾ പറയുന്നില്ലേ പൂമ്പാറ്റന്റെ, അത് ജസ്റ്റ് ഒന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത പേജില് 98 അല്ലേ, 98ാമത്തെ പേജിൽ നോക്കൂ. ഇവിടെ പലതരത്തിലുള്ള കേരളത്തിൽ കാണുന്ന പലതരത്തിലുള്ള പൂമ്പാറ്റകളെ പറ്റിയിട്ട് ഇവിടെ പറയുന്നുണ്ട്. അപ്പോ ഇയാളെ പേരൊക്കെ ചിലപ്പോൾ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക ഏതൊക്കെയാന്നുള്ളത്. പൂമ്പാറ്റ കേട്ടോ, പൂമ്പാറ്റ നല്ല പാടല്ലേ, പൂമ്പാറ്റന്റെ പാഠം നല്ല പാഠം. സാറിന് പറഞ്ഞങ്ങ് പോയാൽ പഠിക്കേണ്ടേ ഞങ്ങളല്ലേ നോക്കിയിട്ട് നിങ്ങൾ ചോദിക്കുന്നത്. നല്ല പാടാണ് പൂമ്പാറ്റന്റെ പാഠം കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പേജ് നമ്പർ 96 പറഞ്ഞു. 96 നമ്മൾ പറഞ്ഞില്ലേ, 96, 97, 98 അല്ലേ, 98 ഈ ഒരു പേജ് നമ്പർ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോവാണ്. ജീവിതചക്രം നമ്മൾ പഠിക്കണം. 96 ജീവിതചക്രം, പിന്നെ പൂമ്പാറ്റകളുടെ പേരുകൾ. അതേപോലെ തന്നെ 97 എന്താടാ, 97 എന്തോ ഒരു കാര്യം പറയുന്നുണ്ട്. 97 പൂമ്പാറ്റകളുടെ ആ ഒരു ജീവിതമാണ് പറയുന്നത് കേട്ടോ. 97ാമത്തെ പേജ് എവിടെ കാണുന്നില്ലല്ലോ. യെസ്, എത്ര കാലാണ് പൂമ്പാറ്റകൾ ജീവിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു ബോക്സ് ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ കൊടുത്തിട്ടുണ്ട്. അവൻ ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ ഹൗ ലോങ് എന്ന് പറഞ്ഞിട്ടുള്ള ബോക്സ് കൊടുത്തിട്ടുണ്ട്, അവിടെ നോക്കുക. ഓക്കെ, റെഡി. അത് കഴിഞ്ഞ് നേരെ നമ്മൾ താഴോട്ടേക്ക് പോവാണ്. പൂമ്പാറ്റകളുടെ പാഠം, പൂമ്പാറ്റകളുടെ കൂടുതലൊന്നും അല്ല, ജീവിതചക്രവും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക. അത് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? അടുത്ത പാഠത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കഴിഞ്ഞു അല്ലേ. അടുത്ത പാഠത്തിലേക്ക് മണ്ണിലൂടെ നടക്കാം എന്ന് പറയുന്ന പാഠത്തിലേക്ക് പോവാണ്. ഈ ഒരു പാഠം എന്ന് പറയുന്നത് പരീക്ഷണങ്ങളുടെ പാഠമാണ്. ഇതിൽ പറയുന്ന പരീക്ഷണങ്ങൾ പഠിക്കാൻ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകണ്ട. പരീക്ഷണ കുറിപ്പ് എഴുതാനുണ്ടാവും, പരീക്ഷണവും ചോദിക്കും. ഇതിന്ന് പ്രധാനമായിട്ടും വരുന്നത് പരീക്ഷണങ്ങളാണ്. പരീക്ഷണം എന്തായാലും ചോദിക്കും, ഉറപ്പുള്ള കാര്യം, 100% ഷുവർ. എഴുതി വെച്ചോ, പരീക്ഷണം ചോദിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ഒരു പാഠത്തിൽ പ്രധാനമായിട്ട് പരീക്ഷണമാണ്. മണ്ണുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരീക്ഷണമുണ്ട്. പരീക്ഷണം എങ്ങനെയാണ്, പരീക്ഷണ കുറിപ്പ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം നോക്കി വെക്കണം. അതേപോലെ തന്നെ മണ്ണിന്റെ പിറവി എങ്ങനെയാണ് മണ്ണിന്റെ പിറവി 106, 107 പേജിൽ പറയുന്നുണ്ട്. മണ്ണിന്റെ പിറവിയൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഇവിടെ പറയുന്നത് 106, 107. അതേപോലെ തന്നെ വിവിധ തരം മണ്ണുകൾ, എക്കൽ മണ്ണ്, മണൽ മണ്ണ്, ചെമ്മണ്ണ്, കളിമണ്ണ്, കരിമണ്ണ് അല്ലേ, വിവിധതരം മണ്ണുകൾ. ഈ മണ്ണുകൾ ഏതൊക്കെയാന്നൊക്കെ ഉള്ളത് നമ്മുടെ മൈൻഡിൽ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. മണ്ണിന്റെ ഇനങ്ങൾ അല്ലെ, വിവിധ തരം മണ്ണുകൾ, മണ്ണിന്റെ ഇനങ്ങൾ. അതേപോലെ തന്നെ നമ്മളിവിടെ പറഞ്ഞു, ഇവിടെ പരീക്ഷണങ്ങൾ അങ്ങോട്ട് തുടങ്ങുകയാണ്. 108ാമത്തെ പേജിൽ പരീക്ഷണം പറയുന്നുണ്ട്. അതേപോലെ തന്നെ അടുത്ത പേജിലും പരീക്ഷണം പറയുന്നുണ്ട്. പരീക്ഷണം കൊണ്ടുള്ള ഒരു കളിയാണ്. ഈ പരീക്ഷണങ്ങൾ എന്തായാലും നോക്കണം മക്കളെ, പരീക്ഷണങ്ങൾ എന്തായാലും നോക്കണം. അതേപോലെ തന്നെ വേറൊന്നാണ് മണ്ണൊലിപ്പ് തടയാൻ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. മണ്ണൊലിപ്പ് തടയേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് മണ്ണൊലിപ്പ് തടയാൻ നമുക്ക് ചെയ്യാൻ പറ്റുക അല്ലേ. മേൽമണ്ണൊലിച്ചു പോകുന്നു, കൃഷി നശിക്കുന്നു, മണ്ണൊലിപ്പ് ഉണ്ടാകുന്നതുകൊണ്ടുള്ള ദോഷങ്ങളാണ് അതൊക്കെ അല്ലേ. അതൊക്കെ കഴിഞ്ഞ് അല്ലേ, ഈ ഒരു ചിത്രവും ഈ ഒരു സംഭവം ഉണ്ടല്ലടാ കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. പ്രാവശ്യം ചോദിക്കൂല എന്ന് വിചാരിക്കല്ലേ, ചോദിച്ചാൽ ചിലപ്പോൾ ഇതാ പറ്റുന്നത് നോക്കി വെച്ചോളൂ കേട്ടോടാ, നോക്കി വെച്ചോളൂ. പിന്നെ ഇതിൽ പ്രധാനമായിട്ട് ഈ ഉപകരണങ്ങളടാ, മണ്ണ് കൊണ്ടുള്ള ഉപകരണങ്ങൾ, മണ്ണ് കൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ തന്നെ കുറെ ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞത്. ഇപ്പൊ തന്നെ ഏകദേശം 1/2 മണിക്കൂറോളം സമയമായിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ, ഈ ഒരു കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. ബാക്കി നിങ്ങളാണ് അങ്ങോട്ട് പഠിച്ച് ഉഷാറാക്കേണ്ടത്, നിങ്ങളാണ്. അത് നിങ്ങൾക്ക് പറ്റുകയും ചെയ്യും. ഇത്രയും പാഠം, എത്ര പാഠം നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം നിങ്ങൾക്ക്? എത്ര പാഠം നമ്മൾ പറഞ്ഞ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എത്ര പാഠം? 3, 4, 5, 6, 7, 8 അല്ലേ. 8 പാഠം പറഞ്ഞേ, 8 പാഠം അല്ലേ, അങ്ങനെ 8 വരെയുള്ള പാഠം, 3 മുതൽ 8 വരെയുള്ള പാഠമാണെന്ന് നമ്മൾ പറഞ്ഞേ അല്ലേ. 8 വരെയുള്ള പാഠങ്ങളാണ്, 3 മുതൽ 8 വരെയുള്ള പാഠങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 6ഓളം പാഠങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയും സമയം എടുക്കും, ഇതിങ്ങനെ പറയാൻ പറ്റും. എൻ്റെ മക്കൾ നന്നായിട്ട് പോയിട്ട് എന്ത് ചെയ്യുക, ഈ സംഭവം ഒന്ന് പഠിക്കുക. പഠിച്ചാൽ നമുക്ക് എന്തായാലും കിട്ടും, എന്തായാലും വിജയിക്കും നമ്മൾ എന്നുള്ള കാര്യം ഉറപ്പാണ്. നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും പഠിക്കും, എന്തെന്നെ വന്നാലും ഈ കാര്യങ്ങൾ നിങ്ങൾ പോയിട്ട് പഠിക്കുക. അടിപൊളിയായിട്ട് സെറ്റായിട്ട് ഫുൾ മാർക്ക് കിട്ടുന്ന കാര്യം ഉറപ്പാണ്. നിങ്ങൾ പോയിട്ട് പഠിച്ചെഴുത്. ബാക്കി നിങ്ങളുടെ ടീച്ചർമാരും സാർമാരൊക്കെ പറഞ്ഞു തരുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് ഒന്ന് പഠിച്ചിട്ടേക്ക്. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ കുറേ പഠിക്കാനുണ്ട്, ഞാൻ കുറേ ഒന്നും പഠിക്കാൻ പറഞ്ഞിട്ടൊന്നുമില്ല, ഞാൻ ഈ 6 പാഠത്തിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ, അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ നിന്ന് 2 3 ചോദ്യങ്ങളൊക്കെ എന്തായാലും വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. നിങ്ങൾ പോയി പഠിച്ചോളി.
പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു 2-3 ചോദ്യത്തിന് ഷുവർ ആയിട്ട് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും. ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പഠിച്ചാൽ. ഇനി അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ എന്റെ ചീത്തയെന്ന് പറയുന്നത് കേട്ടോ. ഗസ് ചെയ്താക്കട്ടെ. ഓക്കെ അടിപൊളിയായിട്ട് സെറ്റായിട്ട് നിങ്ങൾ പോയിട്ട് പരീക്ഷ എഴുതിയിട്ട് വാ. ഞാൻ പറഞ്ഞ കാര്യം മറന്നു പോകാൻ പാടില്ല. അവിടെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതേപോലെ ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട്, ഒരു ചെറിയൊരു മറ്റേ ടിൻ അടിക്കുന്ന ബട്ടൺ ഉണ്ട്. കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക, അടിപൊളിയാക്കുക, സെറ്റാക്കുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാതെ വരേക്കും. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ബൈ, സീ യു.